ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വചനം നമുക്ക് വായിക്കാം. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. നോക്കിക്കേ, കർത്താവ് സംസാരിച്ച വചനം നമ്മെ ന്യായം വിധിക്കും എന്ന് ദൈവവചനം പറയുന്നു. ന്യായവിധി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വന്ന വചനം അനുസരിക്കാത്തതുകൊണ്ട് ആ വചനം തന്നെ നമ്മെ ന്യായം വിധിക്കും എന്ന് ദൈവവചനം പറയുകയാണ്. 47 പറയാണ്, എൻ്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വചനം കൈക്കൊള്ളാതെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. അപ്പം ദൈവത്തിൻ്റെ വചനം നാം ഏറ്റെടുക്കുന്നുണ്ടോ? ആ വചനപ്രകാരം നാം നമ്മെ തന്നെ ഒരുക്കുന്നുണ്ടോ? ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും ദൈവം സംസാരിച്ചതാണ്, എന്നോട് സംസാരിച്ചതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നാം അതിനെ അംഗീകരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ ആ കേട്ട വചനം തന്നെ നമ്മെ ന്യായം വിധിക്കും. നമ്മൾ വചനം കേൾക്കുന്നതിലല്ല, വചനം കേട്ടാൽ അതനുസരിക്കണം. അതനുസരിക്കുന്നില്ല എങ്കിൽ ആ കേട്ട വചനം നമ്മെ ന്യായം വിധിക്കും. അതുകൊണ്ട് ന്യായവിധിയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം കേൾക്കുന്ന വചനം അനുസരിക്കുന്നവരായിരിക്കണം. വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒരുക്കുന്നവരായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വചനത്താൽ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഒരുക്കപ്പെടുമാറാകട്ടെ. ആമേൻ.